നമ്മൾ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യം നടക്കാനാണ് പോകുന്നത്. എന്തെല്ലോ കാര്യങ്ങളായിട്ടും വർക്കും തിരക്കൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു പ്ലാന് ഇതുവരെ നടത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്താണെന്നല്ലേ, ഞങ്ങളൊരു ഇന്ത്യ ട്രിപ്പ് പ്ലാൻ ചെയ്തതാണ്. ഇന്ത്യ ട്രിപ്പ് ഇൻ ദ സെൻസ് ബാംഗ്ലൂർ ടു ഡൽഹി, ഒരു റോഡ് ട്രിപ്പ്. അപ്പം ഇനി മുതൽ എൻ്റെ കുക്കിംഗ് വീഡിയോ ആയിരിക്കില്ല, എൻ്റെ യാത്രയിലുള്ള വിശേഷമായിരിക്കും. ഈ ഒരു കപ്പ് ഞാൻ ഈ യാത്രയിൽ വാങ്ങിച്ചതായിരുന്നു. ലുലു എന്നായിരുന്നു കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊരു ഇൻസുലേറ്റഡ് കപ്പാണ്. നമുക്കൊരു ലിഡ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു സ്ട്രോ മാതിരി നമുക്ക് കുടിക്കാനൊരു സെറ്റപ്പും ഉണ്ട്. കാറിൽ നന്നായിട്ട് ഹോൾഡ് ചെയ്യും. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കേട്ടോ, നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി, അതാണ് ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് ഓർത്തത്. അപ്പോൾ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ഹുബ്ബള്ളി എന്ന് പറഞ്ഞ ഒരു കർണാടക മഹാരാഷ്ട്ര ബോർഡറിലായിരുന്നു പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് വിശക്കുമല്ലോ, രാവിലെ ഇഡ്ഡലി കഴിച്ചതായിരുന്നു, അപ്പോൾ കപ്പ ചിപ്സ് ഉണ്ടായിരുന്നു, അത് കഴിച്ച് നമ്മൾ അധികം സ്റ്റോപ്പൊന്നും ബ്രേക്ക് എടുത്തിട്ടുണ്ടായില്ല. കാരണം അത്രയും കിലോമീറ്റർ നമുക്ക് കവർ ചെയ്യാനുള്ളതുകൊണ്ടും രാത്രി ട്രാവൽ വേണ്ട എന്നുള്ളത് കൊണ്ടും നമ്മൾ എത്രയും പെട്ടെന്ന് ഹോട്ടലിൽ എത്താമെന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. അപ്പം ആ ഒരു ലക്ഷ്യത്തിലേക്കുള്ള ഓട്ടമായിരുന്നു. നല്ല ഹൈവേ ആയിരുന്നു കേട്ടോ, ഈ ഒരു പൂനെ ഹൈവേ, ബാംഗ്ലൂരിൽ നിന്ന് പൂനെ പോകുന്ന റോഡ്. അങ്ങനെ നമ്മൾ അത്യാവശ്യം ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ തന്നെ നമ്മൾ നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് കേട്ടോ ഞാൻ ഈ ഒരു കാറ്റാടി സംഭവം കണ്ടത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കുറേ ദൂരത്തോളം ആ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മഴ പെയ്ത്. കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ കുറച്ച് മഴ പെയ്യും, പിന്നെ പെയ്യൂല, അങ്ങനെ. പിന്നെ വിശന്നപ്പോൾ നമ്മൾ ഒരു പെട്രോൾ പമ്പിൻ്റെ അവിടെ നിർത്തി, അവിടുന്ന് ചായ കുടിച്ചു. ഒനിയൻ പക്കോട ആയിരുന്നു കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായി. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു രാത്രിയായി. പിന്നെ നമുക്ക് നല്ല ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാമെന്ന് വെച്ചു. ഇതായിരുന്നു ഹോട്ടൽ. നല്ല ഹോട്ടലായിരുന്നു കേട്ടോ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. അങ്ങനെ അവിടെ എത്തിയപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്നായി. ഇതാ കണ്ടോ, നല്ല നല്ല നീറ്റായിട്ടുള്ളൊരു ഹോട്ടലായിരുന്നു. പിന്നെ എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു, കാരണം ഞാൻ ആ ഒരു പക്കോട മാത്രമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ച് കിടന്നുറങ്ങി. ബാക്കി പിന്നെ